ഗൗരികുണ്ടിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ കേദാർനാഥിലേക്ക്, കടൽ നിരപ്പിൽ നിന്ന് 3583 മീറ്റർ ഉയരത്തിലേക്ക്. കനത്ത മഴയും മലയിടിച്ചിലും മേഘവിസ്ഫോടനവും ഉത്തരാഖണ്ഡിലെ യാത്രകൾക്കുണ്ടാക്കിയ തടസ്സങ്ങൾ. സെപ്റ്റംബർ 5 വരെ വാഹന ഗതാഗത നിരോധനം. ഇക്കാരണത്താൽ ഗൗരികുണ്ടിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ അകലത്തിൽ നിന്നുള്ള കാൽനട യാത്ര. രാവിലെ ഏകദേശം 4:30 മണിക്ക് ആരംഭിച്ച യാത്ര അങ്ങനെ കേദാർനാഥിലേക്ക് ഏകദേശം 24 കിലോമീറ്റർ. ഗൗരികുണ്ടിലെത്തിയപ്പോൾ താങ്ങിന് കിട്ടിയ ഊന്നുവടി. ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തിയുള്ള സാവധാന നടത്തം. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓഷോയുടെ വിപാസന വാക്കിംഗ്. ലോകത്തിലെ ഏറ്റവും മഹത്തായ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന 12 ജ്യോതിർലിംഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുമേരു പർവ്വതത്തിൻ്റെ താഴ്വാരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേദാർനാഥ ക്ഷേത്രത്തിലേക്ക്. ഗൗരികുണ്ടിൽ നിന്നുള്ള ഇടുങ്ങിയ വഴികളിലൂടെ പാറക്കെട്ടുകളുടെ അരികു ചേർന്ന് കുതിച്ച് താഴോട്ട് ചാടുന്ന വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിച്ച് കീഴെ ശബ്ദമുയർത്തി പായുന്ന മന്ദാകിനി നദിയെ കണ്ട് കേട്ട് ഗൗരികുണ്ടിൽ നിന്ന് ജംഗൽ ചെട്ടിയിൽ നിന്ന് ഭീംബലി കഴിഞ്ഞാൽ 2013 പ്രളയമെടുത്ത വഴികളുടെ അവശേഷിപ്പുകൾ. ഉയരത്തിലേക്ക് എത്തുന്തോറും തണുപ്പ് കൂടി മഞ്ഞുമൂടി കിടക്കുന്ന പാതകൾ, മഞ്ഞിനെ വകഞ്ഞു മാറ്റിയുള്ള നടത്തം. മഴയിലൂടെ ചെറിയ അരുവികളിൽ പാദം നനച്ച് വീണ്ടും മുന്നോട്ട്. ഓടിക്കിതച്ച മുന്നിലും പിന്നിലും വരുന്ന കുതിരകൾക്ക് വഴിമാറി കൊടുത്ത് വഴിയരിയിൽ ഒന്നിരുന്ന് കാഴ്ചകൾ കണ്ട് വിശ്രമിച്ച് ഒരു മുൻപരിചയമില്ലാത്ത ആളുകളോട് സംസാരിച്ചും മൗനം പാലിച്ചും. രാംപാറ 7 കിലോമീറ്ററോളം ഒലിച്ചുപോയ പാതകൾക്ക് പകരം മന്ദാകിനിക്ക് കുറുകെ കെട്ടിയ പാലം. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മലകയറ്റം കഠിനം. ഇടയ്ക്കിടയ്ക്ക് മഴ, പിന്നെ വെയിൽ, മാറി മാറിയുള്ള കാലാവസ്ഥ. ശരീരത്തിനും കയ്യിൽ കരുതിയ സാധനങ്ങൾക്കും ഭാരം പതിവില്ലാതെ തോന്നുന്ന അവസ്ഥ. ഓക്സിജന്റെ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങി എന്നർത്ഥം. പിന്നെ അങ്ങോട്ട് തണുപ്പ് കൂടി വരികയും മഞ്ഞുമൂടിയ ഹിമവാന്റെ ദൃശ്യങ്ങളും. അങ്ങനെ പതിയെ നടന്നും ഇരുന്നും നന്ദി ബേസ് ക്യാമ്പിലേക്ക്. ധാരാളം കുതിരകളെ നിരത്തി നിർത്തിയിട്ടുള്ള ബേസ് ക്യാമ്പ്. ടെൻറ്റുകൾ, ചെറിയ ചെറിയ ചായക്കടകൾ, സുമേരു പർവ്വതത്തിൻ്റെ മനം മയക്കുന്ന ദൃശ്യങ്ങൾ. കൂടാതെ അങ്ങ് അകലെയായി സ്വർണം പോലെ തിളങ്ങുന്ന കുബേരപർവ്വതവും. ഈ കാഴ്ചകൾ നമ്മുടെ സകല ക്ഷീണത്തെയും കാറ്റിലും മഞ്ഞിലും മഴയിലും പറവറത്തും. അങ്ങനെ ജീവിതത്തിൽ അന്ന് വരെ കാണാത്ത കാഴ്ചകൾ കണ്ട് മനസ്സിനെ രസിപ്പിച്ച് ആകാശത്തോളം ശാന്തത നൽകി ഏകദേശം 10:30 മണിക്ക് കേദാർനാഥിലെത്തി. ഈ 10:30 എന്നത് രാത്രിയാണ്. കയ്യിൽ കരുതിയ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വെള്ളച്ചാട്ടങ്ങളുടെയും മന്ദാകിനിയുടെയും അകമ്പടി നാദത്തിൽ കൈയെത്തും ദൂരത്തിലുള്ള മേഘങ്ങളെ കൂട്ടുപിടിച്ച്